ഈ വീഡിയോൻ്റെ ടൈറ്റിൽ കണ്ടിട്ട് ഏതോ റോമൻ സർക്കസിൻ്റെ കോൺസ്പിരസി കൊണ്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും വിചാരിക്കരുത്. ഇത് വേറൊരു ടോപ്പിക്കാണ്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. അത്രയും ഞാൻ പറയുന്നത് ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു പകുതി എത്തുമ്പോൾ മനസ്സിലാവും. ചിലവർക്ക് ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ബാക്കിയുള്ളവർ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയെങ്കിലും ഇതൊന്ന് എല്ലാവരും അറിയണം. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഇത് പറയാൻ കാരണം അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായി, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഫസ്റ്റ് ഹാൻഡ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തിയത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങാം. എന്താണ് സംഭവിച്ചത്? അതായത് ഞാനൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. എല്ലാവരും ഇപ്പോൾ പെടുന്ന പോലെ തന്നെ. ചിലവിടെ റോഡേ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. അതുപോട്ടെ, ട്രാഫിക് ബ്ലോക്കിൽ ഞാനൊന്ന് പെട്ടു. ഞാനൊന്ന് അറിയാതെ ഒന്ന് കൊച്ചിയിൽ പോയതാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് നമ്മുടെ ചാലക്കുടിയൊക്കെ അവിടെ എത്തിയപ്പോൾ അവിടെ ഈ ഫ്ലൈ ഓവർ പണിയാണ്. അപ്പോൾ ഈ 3 വരി പാതനെ ഒന്ന് എല്ലാവരും കൂടി ചേർന്ന് ഒരു സർവീസ് റോഡിലേക്ക് കയറുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്ക്. അതൊരു 1-2 ഉണ്ട്. ഈ തൃശ്ശൂർ എത്തണ വരെ ഉണ്ട്. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ചാലക്കുടി ഭാഗത്താണ്. 2 മണിക്കൂർ ഞാൻ പെട്ടു. അതായത് അനങ്ങുന്നില്ല, സ്റ്റക്കാണ്. ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി പുറത്തിറങ്ങി കാഴ്ചയൊക്കെ കാണുന്നുണ്ട്. ഓരോ വർത്താനം, അടുത്ത വണ്ടിക്കാരുടെ അടുത്ത് വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ടാബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 2 എപ്പിസോഡ് കാണാനുണ്ടായിരുന്നു ഒരു സീരീസിൻ്റെ. അപ്പോൾ ഞാനത് കണ്ടു. 2 മണിക്കൂർ ഉണ്ടല്ലോ, ഒരു 45 മിനിറ്റ്സിൻ്റെ 2 എപ്പിസോഡ് ഇങ്ങോട്ട് കണ്ടു. അപ്പോൾ പിന്നെ ബാക്കി കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് പാട്ടൊക്കെ കേട്ടു. അപ്പോൾ ഈ ഒരു സീരീസ് ഫിനിഷ് ആയപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു തോട്ട് ഇങ്ങനെ വരിക. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ലോകത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഒന്നുമില്ല, എൻ്റർടൈൻമെൻറ്റ് സോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമില്ല, ഒരു ആർട്ട് ഫോം ഒന്നുമില്ല. ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കല എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ മ്യൂസിക്കും ഇല്ല, ഇങ്ങനത്തെ സീരീസോ സിനിമകളോ ഒന്നും ഇല്ല. നമ്മളെല്ലാവരും വേറൊരു രീതിയിലാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ഒരു സാധനമില്ല. ഞാൻ ഭയങ്കര ചില്ല് ചെയ്തിട്ടാണ് ഇരുന്നത്. എനിക്ക് സമയം പോയതൊന്നും അറിഞ്ഞില്ല. ആൾക്കാരൊക്കെ കുറേ ദേഷ്യപ്പെടുന്നുണ്ട്, അവന് ചീത്ത വിളിക്കുന്നുണ്ട്. അതൊക്കെ പുറത്തിങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് പാലിയേക്കര ടോൾ പ്ലാസയിലാണ്. അവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം സ്ട്രൈക്ക് ചെയ്തത്. നമ്മൾ അടയ്ക്കുന്ന റോഡ് ടാക്സ്, നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ അടയ്ക്കുന്ന വണ്ടിയുടെ ടാക്സ്, ഓക്കെ, റോഡ് ടാക്സ് മാത്രമുണ്ട്, റോഡില്ല. ഒരു ഫ്ലൈ ഓവർ, ഇത്ര വലിയൊരു പ്രൊജക്റ്റ്, ഇത്രയും വലിയൊരു ഹൈവേ ഇവർ പണിയുമ്പോൾ ഇവർക്ക് അറിയില്ല ഇത് ഫ്ലൈ ഓവർ ആദ്യം തന്നെ പണിയണമെന്ന്. അപ്പോൾ അത് എല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണ്ടി ചെയ്യാൻ. അത് പോട്ടെ, ഇനി ആൾക്കാർ അത് പ്രതിഷേധിച്ചു, അത് പോട്ടെ. ലോകത്ത് ആദ്യമായിട്ടല്ലല്ലോ ഫ്ലൈ ഓവർ പണിയുന്നത്. എന്ത് ചെയ്യണം? ആദ്യം ഒരു മര്യാദയ്ക്കൊരു സർവീസ് റോഡ് ഉണ്ടാക്കണം. അത് മര്യാദയ്ക്ക് ഉണ്ടാക്കി എന്നിട്ട് ഈ വണ്ടികളിലേക്ക് അതിൽ കൂടെ വിട്ട്, അപ്പോൾ എന്താണ്, ആ ഒരു സമാധാനമുണ്ട്. ഇത് സർവീസ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള റോഡേ ഇല്ല. അങ്ങനെ റോഡേ ഇല്ല ചില ഭാഗങ്ങളിൽ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നേ. ഇപ്പം ഞാൻ ഈ റോഡ് ടാക്സും കൊടുത്ത്, വണ്ടിയുടെ ടാക്സും കൊടുത്ത്, ഈ 2 മണിക്കൂർ ട്രാഫിക്കിലും പെട്ട് ഞാൻ ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ എത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം. ഏത്? ഈ വഴി കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം. എല്ലാം ആലോചിച്ച് നോക്കണം. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സല്ല ഇപ്പം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ, അതായത് ടോൾ പ്ലാസ എത്തുമ്പോൾ അവിടെ കുറേ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഈ റോഡിൽ കൂടെ വരാൻ ഈ റോഡിൽ കൂടെ വന്നതിന് നിങ്ങൾ പൈസ ഇങ്ങോട്ട് തരണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു 2 പേരെ അങ്ങനെ ഉള്ളൂ.
ഞാൻ ഒരു ന്യൂസ്, നിങ്ങൾ എല്ലാവരും ന്യൂസിലെ കണ്ടിട്ടുണ്ടാവും, ഏതോ ഒരാൾ കാറ് ബ്ലോക്ക് ചെയ്തിട്ടു 10 മണിക്കൂർ 12 മണിക്കൂർ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു അനോമലീസാണ്. സാധാരണ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ടാരും ഇവിടെ എത്തിയതേ എന്തോ പറഞ്ഞിട്ട് ഇനി ഇവിടെ നിന്നെങ്കിൽ വേഗം പിടുത്തം വിടാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പൈസയും ഉള്ള എന്താ നിങ്ങൾക്ക് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രാഗിയിട്ട് പൈസ കൊടുത്തിട്ട് പോവും. ഞാനും അതുതന്നെ ചെയ്ത്. കാരണം എനിക്ക് വന്നിട്ട് വേറെ കുറച്ച് ജോലിയുടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, വന്നിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഫുൾ അതാണ്. പിന്നെ ഞാൻ പാട്ടൊക്കെ കേട്ട് ഞാൻ ഭയങ്കര ചില്ലാണ്. അപ്പോൾ ഈ ജോലി അത് എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ പ്രീ ഒക്യുപ്പൈഡാണ്. എനിക്കും അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കണം, അവരുടെ അടുത്ത് രണ്ട് വാക്കെങ്കിലും പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതെന്തോ എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ചത്, എന്തുകൊണ്ട് ഞാനങ്ങനെ ചെയ്തു? വാട്ട് ഈസ് കൺട്രോളിങ് മീ? ഒരു പാട്ടും കേൾക്കാതെ ഒന്നും ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ ഈ കാര്യം മാത്രം ആലോചിച്ച് ആ 2 മണിക്കൂർ ബ്ലോക്കിലും കിടന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ആയിരിക്കുമോ പെരുമാറുക? അതോ എൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? അത്രയും ഫ്രസ്ട്രേഷൻ എൻ്റെ ഉള്ളിലുണ്ടാവില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഞാൻ പണ്ട് വായിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, എപ്പോഴും ഒരു മോബ് മെൻറ്റാലിറ്റി. നമ്മളിഷ്ടംപോലെ വീഡിയോസൊക്കെ കാണും, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിച്ച് മരിക്കണ കാര്യങ്ങളൊക്കെ. അതായത് ഏതോ 2 ആൾക്കാർ 2 ഐഡിയാസൊക്കെ അവർ കണ്ടുപിടിച്ച് അവരുണ്ടാക്കി എഴുതി ബുക്കാക്കി അതിന് 2 പൊളിറ്റിക്കൽ പാർട്ടീസാക്കി ഉണ്ടാക്കി. അത് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ എൻ്റെ പാർട്ടിയാണ് നല്ലത്, നിൻ്റെ പാർട്ടിയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അടിക്കുക, കൊല്ലുക, അപ്പുറത്തുള്ളവനെ കൊല്ലുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മോബ് മെൻറ്റാലിറ്റി കാണിക്കുന്ന ആൾക്കാർ. അതേപോലെ നമ്മൾ കുറേ ഈ പശുവിനെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഈ ചങ്ങല ഇടലും ലോറീൻ്റെ അടിയിൽ വെടിവെക്കലും അങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഈ തീവ്രവാദികളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ നിൽക്കുക. ദൈവത്തിനെ സഹായിക്കാൻ അത്ര ഇവർ ചെയ്യുന്നു. റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീവ്രവാദികളായെന്നാണ് അവർ പറയുന്നത്. എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് പറയുന്നു. പിന്നെ എന്തിനാണോ ദൈവത്തിന് നിങ്ങളുടെ സഹായം? നിങ്ങളൊക്കെ സാധാ മനുഷ്യരല്ലേ. ആഫ്റ്റർ ലൈഫിൽ അവർക്ക് എന്തോ വിധിച്ചിട്ടുണ്ട് അത്ര. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് തീവ്രവാദി ഹ്യൂമൻ ബോംബായി പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും അത്ര. അത് അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാർ. നിങ്ങളെപ്പോഴെങ്കിലും ഇങ്ങനൊരു തീവ്രവാദിയെ കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ രാജ്യത്ത് ടാക്സ് കുറയ്ക്കണം, ഒരുപാടാണ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുന്ന ഒരു തീവ്രവാദിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ വഴിയില്ല. ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ ഒരു ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സിനിമയിൽ ചിലപ്പോൾ കാണും. ശരിക്കും റിയൽ ലൈഫിൽ ഒരാഴ്ച സമയം തരാം ഗവൺമെൻറ്റിന്, ഈ റോഡിലെ എല്ലാ കുഴിയും അടച്ചിരിക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തീവ്രവാദി ഉണ്ടോ? ഇല്ല. തീവ്രവാദിയോ അങ്ങനെ ഒരു മിലിറ്റൻ്റ് ഒരു ഐഡിയോളജി ഉള്ള ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗവൺമെൻറ്റിനൊരു വാർണിംഗ് ആണ്, ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ ഫുൾ ബോംബ് പൊട്ടിക്കും എന്ന് പറയുന്ന ആരെങ്കിലും, ഈ കുഴി അടച്ചില്ലെങ്കിൽ ഇവിടെ ഫുൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഈ റൈറ്റ്സ് നടക്കുക, ഇങ്ങനെ ഒരാളുടെ പേരിൽ കൊല്ലുക, അങ്ങനത്തെ എല്ലാ പരിപാടിയും, അതിപ്പോൾ മതത്തിൻ്റെ പേരിലായാലും ഐഡിയോളജിൻ്റെ പേരിലായാലും പാർട്ടിയുടെ പേരിലായാലും എന്ത് കോപ്പിൻ്റെ പേരിലായാലും ഈ അനാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ അത് നടക്കുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത്? എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം ചെയ്യുന്നത്? ഈ മനുഷ്യന്മാർക്ക് ഈ ദൈവങ്ങളിലേക്ക് വിട്, മനുഷ്യന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരാളും ചെയ്യാത്ത എന്തുകൊണ്ടായിരിക്കും? മനുഷ്യന്മാർക്കാണല്ലോ ഈ റോഡും നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളവും ഈ നാച്ചുറൽ റിസോഴ്സസൊക്കെ മര്യാദയ്ക്ക് കിട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഒരാളും ഒരു പ്രവൃത്തിയും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. എല്ലാവരും അവരവരുടെ പോക്കറ്റ് നിറയ്ക്കാനല്ലാതെ ഒരാളും മര്യാദയ്ക്ക് ഇവർ ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല.
0. എന്തുകൊണ്ടായിരിക്കും അത്? ഇത്രയും ചിന്തിച്ചത് ഞാൻ ആ ഒരു ഡ്രൈവിൽ ആ ഒരു സ്റ്റക്കായി നിന്ന സമയത്ത് മുഴുവൻ എൻ്റർടൈൻമെൻറ്റ് കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരുന്നു. ഞാൻ വേറെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. ഞാൻ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, റോഡ് ടാക്സിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, എന്തിനാണ് ഞാൻ ഈ ടോൾ അടയ്ക്കേണ്ടത് എന്ന് ടോൾ അടച്ച് കഴിഞ്ഞ് അവിടുന്ന് വണ്ടി എടുത്തപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. സോ വാട്ട് മെയ്ഡ് മീ ഡൂ ദാറ്റ്? ആരാണ് എന്നെ കൺട്രോൾ ചെയ്തത്? എന്താണത്? ആരാണെന്നല്ല, എങ്ങനെയാണ് കൺട്രോൾ ചെയ്തത്? ഇത് ഒരാളിരുന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്നല്ല, ഒരു ഐഡിയ ആണിത്. ദിസ് ഈസ് വൺ ഐഡിയ ദാറ്റ് ഈസ് കൺട്രോളിങ് അസ് ഫ്രം ദ ബർത്ത് ടു ദ ഡെത്ത്. സോ ആ ഐഡിയനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. ഇതെന്താണ് സംഭവം? ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇത് കിട്ടുമെന്നൊന്നും അറിയില്ല, നമുക്ക് കിട്ടിക്കാൻ നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരു കാര്യം കൂടി അതിൽ പറയാനുള്ളത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ടോൾ പ്ലാസയിൽ നിൽക്കുകയാണ്. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇത് മറ്റേ എല്ലാവരും വയലൻ്റ് ആവണം എന്നുള്ള രീതിയിൽ പറയല്ല. നമ്മളൊരു ടോൾ പ്ലാസയിൽ നിൽക്കുകയാണ്. ഒരു ആരോഗ്യമുള്ളൊരു 10 പേരുണ്ടെങ്കിൽ ആ ടോളിനെ നമുക്ക് നിർത്തിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ആ ഒരു സംഭവമൊക്കെ. പക്ഷെ അത് എല്ലാവർക്കും തോന്നില്ല. ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ പ്രതിഷേധിക്കുന്ന കുറച്ച് പേര് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് പാർട്ടിക്കാർ വരും, എന്തെങ്കിലുമൊക്കെ പ്രതിഷേധിക്കും, പോവും, പിന്നെയും അവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് ജനങ്ങൾ, കോമൺ പീപ്പിൾ എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല? ഓക്കെ, അതായത് ഇത് പണി കിട്ടുന്നത് മൊത്തം നമുക്കല്ലേ, നമ്മുടെ നിന്നാണ് ടാക്സ് പിരിക്കുന്നത്, നമ്മളാണ് ഇത് മുഴുവൻ പൈസയും കൊടുക്കുന്നത്, ടോളും കൊടുക്കുന്നത്, എല്ലാം നമ്മൾ തന്നെ. എന്നിട്ടും ഈ കോമൺ പീപ്പിൾ എപ്പോഴും ഒന്നും ചെയ്യില്ല. അവർ പറയാം അത് നമ്മളെ മറ്റവർ വരും, അവർ പ്രതിഷേധിക്കും, അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാർ വരും, എൻ്റെ പാർട്ടിക്കാർ നാളെ വരും, അവർ പ്രതിഷേധിക്കും എന്നൊക്കെ പറയല്ലാതെ ഒരു മര്യാദയ്ക്കുള്ള നമ്മൾ തന്നെ ഇത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു റോഡിൽ കൂടെ വരുന്ന, ഇത് ഒരു മെയിൻ റോഡല്ലേ, ഹൈവേ എന്ന് പറയുന്നത്, ആ റോഡിൽ കൂടെ വരുന്ന ഒരു മണിക്കൂറിലുള്ള എല്ലാ കാറുകളും നിന്ന് നിർത്തിയിട്ട് ഒന്ന് പ്രതിഷേധിച്ച് നോക്കിയേ, കളി മാറും. എത്ര പോലീസ് വന്നാലും എത്ര പട്ടാളം വന്നാലും ഈ എണ്ണത്തിൽ എപ്പോഴും കോമൺ പീപ്പിളാണ് കൂടുതൽ. നിങ്ങൾ എത്ര പോലീസ് ഉണ്ട് കേരളത്തിൽ, എത്ര പോലീസ് ഉണ്ടെന്ന് നോക്കിയോ, എത്ര മിലിറ്ററി ഇന്ത്യയിലുണ്ടെന്ന് നോക്കിക്കോ, 120 കോടി ആൾക്കാരുണ്ട് ഇവിടെ. അത്രയൊന്നും എന്തായാലും ഇല്ലല്ലോ, അതിൻ്റെ പകുതി പോലും ഇല്ല. പകുതി എന്നല്ല, ഒന്നുമില്ല. അതിൻ്റെ എത്ര പെർസെൻറ്റേജാണെന്ന് നോക്കിക്കോ. അപ്പോൾ ഈ കോമൺ പീപ്പിൾ എപ്പോഴും അവരവരുടെ കാര്യത്തിൽ പ്രീഒക്യുപ്പൈഡ് ആയിട്ട്, അതായത് എനിക്ക് എൻ്റെ കാര്യം, എനിക്ക് എൻ്റെ ജോലിയുണ്ട്, പോയിട്ട് വേണം ജോലി തീർക്കാൻ, പോയിട്ട് വേണം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് എൻ്റെ പാട്ട് കേട്ട് എനിക്കിഷ്ടപ്പെട്ട സിനിമ കണ്ട് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ മുന്നോട്ട് പോവുക. ഞാൻ ഈ ബാക്കിയുള്ള എന്നെ ബാധിക്കുന്ന, അതാണ് കോമഡി, ഇത് എൻ്റെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവാം. ഈ ഒരു സിസ്റ്റം ആരാണ് ഉണ്ടാക്കിയത്? ഇതെന്താ സംഭവം? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എല്ലാവരും പ്രതിഷേധിക്കുന്നില്ല എന്നല്ല, പ്രതിഷേധിക്കുന്നവരുണ്ടാവും, പക്ഷെ അത് ഒരു 1000 എണ്ണം എടുത്ത ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പ്രതിഷേധിക്കണം എന്നൊക്കെ ഉണ്ടാവും മനസ്സിൽ, പക്ഷെ എന്നിട്ടും നമുക്കത് പറ്റില്ല. കാരണം നമുക്ക് പോയിട്ട് വേണം ഒരു വർക്ക്, ആ ഒരു ഇമെയിൽ അയച്ചില്ലെങ്കിൽ നിൻ്റെ ജോലി പോകുന്ന ആളെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജോലി കളയാൻ നിൽക്കോ, ഇവിടെ പ്രതിഷേധിക്കാൻ നിൽക്കോ? ഓഫ് കോഴ്സ് നമ്മുടെ പാട് നോക്കിയിട്ട് പോവും. അവിടെയാണ് റോമൻ സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറി വരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പേര്, റോമൻ സർക്കസ്? നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോകണം, കുറച്ച് BC 27 BC-ലോട്ടൊന്ന് പോകണം. നമ്മൾ റോമ സാമ്രാജ്യത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. റോമൻസാണ് ആദ്യമായിട്ട് ടാക്സ്, ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഒരു ടാക്സ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ. അവർക്ക് അതുകൊണ്ട് തന്നെയാണ് പണിയും കിട്ടിയത്. ഫോൾ ഓഫ് റോം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ, റോം ഹാസ് ഫോൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ. ആ ഇത്രയും, അതായത് ഈ റോം എന്ന് പറയുന്ന ഒരു സിവിലൈസേഷൻ അവരുടെ ഒരു
ഒരു ഹൈപ്പ്, ഒരു ഹൈറ്റിൽ എത്തി നിൽക്കുമ്പോൾ അവരൊരു കണ്ടമാനം പ്രോസ്പെരിറ്റി, അവർക്ക് ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. പൈസയ്ക്ക് പൈസ, ആർമിക്ക് ആർമി, നേവിക്ക് നേവി, ഇല്ലാത്ത ഒന്നുമില്ല. 1 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു റോമൻസ് ആയിട്ട് എന്നാണ് ആ ഒരു ഹൈറ്റിൽ. പിന്നീട് അവിടെ നിന്നാണ് ആ ഒരു ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഈ ഒരു റോമൻ സിവിലൈസേഷൻ തകരാനുള്ള മെയിൻ കാരണം ഈ ഒരു ടാക്സേഷൻ കൊണ്ട് തന്നെയാണ്. അതായത് ഡെഫിസിറ്റ് കൂടി, അതായത് വരവുണ്ട്, ആൾക്കാരുടെ കയ്യിൽ നിന്ന് വരവുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ ചിലവാണ്. അങ്ങനെ ചിലവ് കൂടി താങ്ങാനാവാതെയാണ് ഈ റോമൻസ് തകർന്നത്. അപ്പം അതിൻ്റെ ഒരു സമയത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടാക്സിൻ്റെ സംഭവം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പണ്ടത്തെ രാജാക്കന്മാർ എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സ് ചെയ്യണം എങ്ങനെയാണ്, നമ്മളിപ്പോഴത്തെ അതേപോലെ തന്നെ ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ലാൻഡ് ടാക്സ്, സിറ്റിസൺ ടാക്സ്, യൂറിന് വരെ ടാക്സ് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. റോമൻസിൻ്റെ കാലത്ത് യൂറിൻ, മൂത്രമൊഴിക്കാൻ. അപ്പോൾ അതൊക്കെ പോട്ടെ, ഈ സിറ്റിസൺ ടാക്സും ലാൻഡ് ടാക്സും ഉണ്ട്. ഇപ്പം നിങ്ങളൊരു ഫാർമറാണ്, അവിടെ ഒരു കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ കൃഷി ചെയ്ത ഈ കൃഷി നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യും വേണം, നിങ്ങൾ ടാക്സും അടയ്ക്കണം രാജാവിന്. നമ്മുടെ ഇപ്പോഴത്തെ അതേ അവസ്ഥ തന്നെ, പാവങ്ങൾ ടാക്സ് അടച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പൈസക്കാരും ഈ നൊബിലിറ്റി എന്ന് വിളിക്കുന്ന ആൾക്കാരില്ലേ, കുറച്ച് ഹയർ ആയിട്ടുള്ള ആൾക്കാർ, രാജാവിൻ്റെ അടുത്തുള്ള ആൾക്കാർ, അവരൊക്കെ മില്യണേഴ്സും ബില്യണേഴ്സ്, പണ്ടത്തെ മില്യണേഴ്സും ബില്യണേഴ്സും, അവർക്കൊന്നും ടാക്സ് ഒന്നുമില്ല. അവർ ഈ ടാക്സ് പിരിക്കാൻ വരുന്ന ആൾക്കാർക്ക് ബ്രൈബ് കൊടുത്ത് അതിൻ്റെ ഒരു 10% കൊടുത്താൽ അവർ നൈസാക്കി തരും. അങ്ങനെയൊക്കെ കൊടുത്ത് അവരിതൊക്കെ രക്ഷപ്പെട്ട് പോകും. പാവങ്ങളെ പിടിച്ച് ടാക്സ് ചെയ്യും. ടാക്സ് കൊടുക്കാനില്ല, കുറേ അടവ് കൂടിക്കഴിഞ്ഞാൽ ഇവരിനെ പിടിച്ച് സ്ലേവ് ആക്കും. രാജാവിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം. അപ്പോൾ എന്ത് ചെയ്യണം, ആൾക്കാരെ ഒന്ന് നൈസാക്കണം. അതായത് എന്തെങ്കിലും ഒരു പർപ്പസ് വേണ്ടേ. കുറേ ആൾക്കാർ, പോപ്പുലേഷൻ കൂടി. അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ റോമൻ സർക്കസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പോപ്പുലേഷനാണ്. ഇവിടെ ഇപ്പോൾ റോമൻസിൻ്റെ ഹൈറ്റിൽ 1 മില്യൺ ആൾക്കാരുണ്ടെന്നൊക്കെയാണ് ഹിസ്റ്ററി ഇതിലൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ കൂടിയപ്പോൾ പട്ടാളക്കാരുണ്ടാവും. ഇപ്പം ഞാൻ അപ്പോഴേ ഒരു കണക്ക് പറഞ്ഞില്ല, അതായത് എത്ര ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പട്ടാളക്കാരുണ്ടാവും, എത്ര കോമൺ ആൾക്കാരുണ്ടാവും. ഈ എണ്ണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഒരു കാര്യം തന്നെയാണ്. എന്ത് മിസൈലുണ്ട്, എന്ത് കോപ്പുണ്ടെന്ന് പറഞ്ഞാലും എണ്ണത്തിൽ കൂടുതലാണോ അതൊരു അവർക്ക് ബെനിഫിറ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. രാജാവിന് ഇപ്പോൾ എല്ലാ പാവങ്ങളും ഫാർമേഴ്സും കൂടെ ചേർന്നിട്ട് പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ രാജാവ് ഓടേണ്ടി വരും, നാട് വിട്ട് പോകേണ്ടി വരും അല്ലേ? കാരണം അവിടെ 1 മില്യൺ അടുത്തുണ്ട്. ഇപ്പോൾ പട്ടാളക്കാർ പറഞ്ഞ ഒരു 5000 പേരുണ്ടാവും, കൂടിപ്പോൾ ഒരു 1000 പേരുണ്ടാവും, ഒരു 10,000 പേരുണ്ടാവും. അത്രയല്ലേ ഉണ്ടാവുള്ളൂ പട്ടാളക്കാർ. ആൾക്കാർ 1 മില്യൺ, 10 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് തിരി പേടിച്ചു. എംപറർ എന്നാണല്ലോ പറയാം. എംപറർ തിരി പേടിച്ചു. കാരണം ഈ ആൾക്കാരെ എല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ടാക്സ് തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവർ പെടും. അപ്പോൾ അവർ ഒരു കാര്യം ചെയ്തു. ഗീവ് ദം ബ്രെഡ് ആൻഡ് ഗീവ് ദം സർക്കസ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് എനിത്തിങ് എൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. അതായത് അവർക്ക് ബ്രെഡ് കൊടുക്കൂ, അതുപോലെ അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സർക്കസും കൊടുക്കും, പിന്നെ നാട്ടുകാരനെ ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു കോട്ടുണ്ട്. റോമൻ പോയിറ്റായിട്ടുള്ള ജുവനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇതിൻ്റെ ഒരു കോട്ടാണിത്. 1000 AD അയാൾ ഈ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്. ഫ്രീ ഫുഡും എൻ്റർടൈൻമെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അവരുടെ ഫ്രീഡം, അവരുടെ കയ്യിലുള്ള ഫ്രീഡം ഇല്ലേ, അതവർ എക്സ്ചേഞ്ച് ചെയ്ത് ഈ ഫ്രീ ഫുഡിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി എടുക്കും എന്നാണ് ബേസിക്കലി അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് മനസ്സിലായോ? അതായത് നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ഒരേപോലുള്ള ആൾക്കാരായിട്ടാണ് ജനിക്കുന്നത്. ചിലവർ രാജാവാവും, ചിലവർ പാവങ്ങളായിട്ടുള്ള കർഷകനാവും, ചിലവർ സ്ലേവ് ആവും. നമുക്കെല്ലാവർക്കും ഉള്ള ഫ്രീഡം ഒന്ന് തന്നെയാണല്ലോ. ബേസിക്കലി ജനിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ അല്ലേ.
പിന്നീട് പല ജീവിതത്തിൻ്റെ ഇവർ തന്നെ ഉണ്ടാക്കിയ കുറേ റൂൾസ് കാരണമാണ് പല ആൾക്കാർ പല രീതിയിൽ പോകുന്നത്. അപ്പോൾ ഈ ആൾക്കാരിനൊക്കെ ഈ അടിയിലുള്ള ആൾക്കാരില്ലേ, ഈ സ്ലേവ്സിനെ, ഈ എത്ര സ്ലേവ്സ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ പണിയെടുക്കുന്നത് സ്ലേവ്സ് അല്ലേ റോമൻ എംപയറിൽ. ഈ സ്ലേവ്സ് എല്ലാവരും കൂടി ഒരു ദിവസം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ റോമൻ എംപയറിനെ തകർക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അത് ചെയ്യാതിരിക്കണം സ്ലേവ്സ് എന്ന് ഏതോ ഒരു തെണ്ടി ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഈ റോമൻ സർക്കസ് എന്ന് വിളിക്കുന്ന ഈ ഒരു സംഭവം. ഫ്രീ ഫുഡ്, ബ്രെഡ് വിതരണം തുടങ്ങി റോമിൽ. അവർ റേഷൻ കട, ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ റേഷൻ കടയുണ്ടല്ലോ, അതായത് ഇതെല്ലാം നമുക്ക് ഇത് പണ്ട് നടന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫക്ഡം സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ജസ്റ്റ് തിങ്ക്, പണ്ട് ബ്രെഡ് ഫ്രീ ആയിട്ട് കൊടുത്തു സിറ്റിസൻസിന്. എൻ്റർടൈൻമെൻറ്റ് വേണം. സർക്കസ് മാക്സിമസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള റോമൻസ് കെട്ടിയ ഒരു സ്റ്റേഡിയം ഉണ്ട്. 1.5 ലക്ഷം പേർക്ക് ഇരിക്കാൻ പറ്റും എന്നാണ് അതിലവർ പറയുന്നത്. അതിൽ അവർ രാജാവിൻ്റെ ബർത്ത്ഡേ ദിവസം ചാരിയറ്റ് റേസസ്, ഈ കുതിര വണ്ടി കയറിയിട്ടുള്ള റേസ് ഉണ്ടല്ലോ, ഇങ്ങനെ വട്ടം കറങ്ങുന്ന അത്, അനിമൽസ്, കുറേ എക്സോട്ടിക് അനിമൽസിനെ കൊണ്ടുവരിക, എന്നിട്ട് അതിനൊക്കെ ഇവർ ഹണ്ട് ചെയ്യുക എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒരു വിനോദം. ഫ്രീ ബൂസ് ആൻഡ് ഫ്രീ ഡ്രിങ്ക്സ്, അതായത് ഫ്രീ ഡ്രിങ്ക്സ് ഫുൾ സപ്ലൈ ആയിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്നാണ് പറയുന്നത്. ഫ്രീ വൈൻ ആൻഡ് ഫ്രീ ഡ്രിങ്ക്സ്. അതായത് ആൾക്കാരിനൊക്കെ എപ്പോഴും ഒരു ബോധം കെടുത്തി അവരിനെ ഫുള്ള് ഒരു അഡിക്ട്സ് ആക്കി മാറ്റുക. അതേപോലെ ഗാംബ്ലിങ്, ഈ ഒരു ചാരിയറ്റ് റേസിലൊക്കെ വൻ തോതിൽ ഗാംബ്ലിങ് നടന്നിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. മനസ്സിലാവുന്നത് കേട്ടോ. അതായത് ആ ഒരു യങ് പോപ്പുലേഷനെ മുഴുവൻ അവർ കള്ളും കൊടുത്ത് ഗാംബിൾ ചെയ്യാനുള്ള ഓരോ സ്പോർട്സ് അവരുണ്ടാക്കി, കുതിരവണ്ടിയിൽ വട്ടം കറങ്ങുക എന്നുള്ളൊരു സ്പോർട്ടൊക്കെ അവരുണ്ടാക്കി അവരിത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നു. ആൾക്കാർക്ക് പിന്നെ വേറെ ഒന്നിനെക്കുറിച്ചും ചർച്ചയില്ല. ഗാംബിൾ ചെയ്ത് പൈസ പോയവനെ ഇനി പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നു, ഇതിൽ ആരാണ് റേസിന് നടത്തിയെന്ന് അറിയുന്നു, അയാളുടെ വെയിറ്റ്, അയാളുടെ സ്കില്ല്, ഇന്ന ദിവസം ഈ റോഡ് വെറ്റാണെങ്കിൽ ഇന്ന ആൾ ജയിക്കും. അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇത് വളർന്നു. അങ്ങനെയാണ് അവസാനം നമ്മുടെ ദ ഗ്ലാഡിയേറ്റർ സിനിമയില്ലേ അതിലെത്തി നിൽക്കുന്നത്. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് 264 BC തൊട്ട് 4th century AD വരെ അവിടെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. റോമിൽ കുറേ ചക്രവർത്തിമാരുടെ പേരൊക്കെ ഉണ്ട്. നീറോ, ദ ടൈറ്റസ്, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാം കണക്ക് തന്നെ, കുറേ സംഭവം തന്നെ. ഗ്ലാഡിയേറ്റേഴ്സ് എന്താ ചെയ്തത്? ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ഡേ സെലിബ്രിറ്റീസ് അല്ലേ, സ്പോർട്സ് ആൾക്കാരില്ലേ, സ്പോർട്സ് പേഴ്സണൽസ് ഇല്ലേ, എക്സാക്ട്ലി അവരാണ്. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോമാൻഷിപ്പാണ്. ഒരു ഗ്ലാഡിയേറ്റർ വരുന്നു, അയാളൊരു എക്സ് മിലിറ്ററിക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ് സ്ലേവ് ആയിരിക്കും. അയാൾ വരുന്നു, ആൾക്കാരെ കൊല്ലുന്നു, എല്ലാവരും മുന്നിൽ വെച്ചിട്ട് അയാൾ വലിയൊരു ധീരനായിട്ടുള്ള ഒരാളാവണം. അയാളെ ആരാധിക്കുന്ന ആൾക്കാർ ഒരു ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവർക്ക് ബ്രാൻഡ് ഡീൽസ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പണ്ടത്തെ ഓരോ ഷോപ്പ്, റോമിലുള്ള ഓരോ കടക്കാരൊക്കെ ഇല്ലേ, അവർ ഇവരുടെ ഫോട്ടോ ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ പ്രൊമോട്ട് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. റോമൻ സിവിലൈസേഷൻ തൊട്ട് തുടങ്ങിയതാണ് ഈ കാര്യം. ആൾക്കാരിനെ പേടിപ്പിച്ച് നിർത്താൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചോ, നമ്മുടെ അടുത്ത് ഒരു കാര്യം ചെയ്യണ്ട, നിങ്ങൾ ഈ കാര്യം ചെയ്യരുത്, നിങ്ങൾ അവിടെ പോകരുത്, കള്ള് കുടിക്കരുത് എന്ന് കള്ളിൻ്റെ ബോട്ടിൽ എഴുതി വെക്കുന്ന പോലെ, സിഗരറ്റ് വലിക്കരുത് എന്ന് സിഗരറ്റിൻ്റെ പെട്ടിയിൽ എഴുതി വയ്ക്കുന്നത് പോലെയേ ഉള്ളൂ അത്. അങ്ങനെ ഒരിക്കലും ഇത്രയും പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ചർച്ചയ്ക്ക്, ഒരു ഡിബേറ്റിന് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കാനും പറ്റില്ല. ഡിബേറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾ കൂടി വരും. ഇപ്പോൾ കുറച്ച് കോമൺ ആൾക്കാരുടെ അടുത്ത് വിളിക്കുകയാണ്, നിങ്ങൾ വരൂ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞ് അവസാനം
എല്ലാം വേണം, നിങ്ങൾ ഇവിടെ ഇനി രാജാവൊന്നും വേണ്ട, ഞങ്ങൾ മതി എന്നുള്ളൊരു ലെവലിലാണ് അവസാനം ഡിബേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്താനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അപ്പം പിന്നെ ഡിസ്ട്രാക്റ്റ് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രാക്റ്റ് ചെയ്യണം? ഒരു സ്പോർട്സ് ഇവൻറ്റ്, അതായത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടാക്കണം. അഡ്രിനാലിൻ റഷ് വരണം. അത് കാണുമ്പോൾ ആൾക്കാർ മരിക്കണം. ഏത് വെന്യൂവിൽ കിടന്ന ആൾക്കാർ മരിക്കണം, ചോര തുപ്പി മരിക്കണം. രണ്ട് പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഇടിക്കണം. ആ ഇടി കാണുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ചോര തിളയ്ക്കണം. അങ്ങനെ വേണം ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ. അല്ലാതെ രണ്ടുപേരിരുന്ന് ചെസ് ബോർഡിൽ ഇങ്ങനെ വെച്ച് കളിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വേണമെങ്കിൽ കുറച്ചൊരു ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ വേണമെങ്കിൽ ചെസ് ബോർഡും കൊണ്ട് അവിടെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്നോളും. പക്ഷേ മാസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? മാസിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പ്രത്യേക സ്കില്ല് വേണം. നമ്മൾ മാസ് മസാല പടങ്ങളും ഈ അവാർഡ് പടങ്ങളെന്നൊക്കെ പറയില്ല, പ്രകൃതി പടങ്ങളെന്നൊക്കെ പറയില്ല, ആ ഒരു ഡിഫറൻസാണ്. പ്രകൃതി പടം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ കാണുള്ളൂ. ഓക്കെ, മാസ് മസാല അങ്ങനെയല്ല. നായകൻ മുണ്ടുടുത്ത് മടക്കി മീശ പിരിച്ച് ഒരു ഷർട്ട് ഇങ്ങനെ ആകുമ്പോൾ ഷർട്ടൊക്കെ ബസ്സിൽ വന്ന് കീറിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും അഡ്രിനാലിൻ റഷ് അങ്ങോട്ട് വരും. അതുണ്ടാക്കണം. ദേ സക്സസ്ഫുള്ളി ഡിഡ് ഇറ്റ്. അതാണ് ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ പരിപാടി. റോമിലെ കൊളോസിയം മ്യൂസിയം ഉണ്ടല്ലോ, അവിടെ ഇപ്പോൾ 7 വണ്ടേഴ്സിലൊക്കെ ഉള്ളത്, അത് ആക്ച്വലി അവർ രാജാക്കന്മാരോ നാട്ടിൽ എല്ലാവരും നന്നായിക്കോട്ടെ, സ്പോർട്സ് വളർന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ സ്പോർട്സ് വളർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനമല്ല. അവരുടെ മോശപ്പെട്ട ഭരണം, ഈ റോമൻ തകർന്ന ആ ഒരു ഭരണം ഉണ്ടല്ലോ, ആ ഭരണം മറയ്ക്കാൻ വേണ്ടി ആൾക്കാരുടെ പ്രശ്നങ്ങളെല്ലാം എല്ലാവരും കൂടി ഈ രാജാവിനെതിരെ ആവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനമാണ് റോമിലെ കൊളോസിയം, സർക്കസ് മാക്സിമസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഡിയവും എല്ലാം. മനസ്സിലായോ? ഇത് കോൺസ്പിറസി അല്ല, ഒരു കോപ്പുമല്ല, ഇറ്റ്സ് ഫാക്റ്റ്. നിങ്ങൾ എടുത്ത് നോക്കിക്കോ, വായിച്ച് നോക്കിക്കോ, വീഡിയോ കണ്ടോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ. ദീസ് ആർ ഫാക്ട്സ്. ഓക്കെ, ഇന്നഫ് ഹിസ്റ്ററി, മതി ഹിസ്റ്ററി. ഗ്ലാഡിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊരു ഫെമിലിയറായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് നമ്മൾ വന്നോ മോഡേൺ ഡേ. നമുക്ക് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, നമുക്ക് മടങ്ങി വരാം. ഇപ്പം എന്താ നടക്കുന്നത്? ഒരു പ്ലെയറിന് 100 മില്യൺ ചുമ്മാ, പണ്ടൊന്നും അങ്ങനെ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഫുട്ബോളിൽ 100 മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു യങ് പ്ലെയറാണോ എമർജിങ് പ്ലെയറാണോ അവർക്ക് $100 മില്യൺ ഉറപ്പാണ്. ഓക്കെ, അതുപോലെ ഈ നമ്മുടെ അവിടുത്തെ സ്പോർട്സ് എടുത്തോ, വിരാട് കോഹ്ലിക്ക് എത്രയാണ് ഫീസ്, അതുപോലെ അവർക്കൊക്കെ ബ്രാൻഡ് ഡീൽസ് കൊടുക്കുന്നത് എത്രയാണ്? കോടിക്കണക്കിന്. അപ്പോൾ ഇത് നിങ്ങൾ ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങൾ വേറെ ആ ഒരു ഗ്ലാമറസ് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലേ, അതവിടെ നിർത്തിയിട്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരാളിനെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് അയാളിനെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഡോക്ടർ. ഇത് സബ്ജക്റ്റീവാണ്. ഇത് പറയുമ്പോൾ ചിലവർക്ക് അങ്ങനെയൊക്കെ തോന്നും. അവിടെ അടങ്ങി കേൾക്ക്, ഫുള്ള് കേൾക്ക്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തുള്ള ആൾക്കാർ ചെയ്യുന്നതാണോ, ഈ ഡോക്ടർമാർ ആൾക്കാരുടെ ജീവൻ, ക്യാൻസർ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്നതാണോ ഇമ്പോർട്ടൻറ്റ്? അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നേരം ഒരു ബോള് ഗ്രൗണ്ടിലുള്ള അപ്പുറം ഇങ്ങനെ തട്ടി കളിക്കുന്നതാണ് ഇമ്പോർട്ടൻസ്? നിങ്ങൾക്ക് ചിലപ്പോൾ അതായിരിക്കും ഇമ്പോർട്ടൻറ്റ്, അതോടെ ഇരിക്കട്ടെ. പക്ഷേ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരായിരിക്കും ശരിക്കും ഒരു സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ശരിക്കുള്ളൊരു കാര്യം എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണോ? അല്ലെങ്കിൽ സിനിമയിൽ 1/2 മണിക്കൂർ അഭിനയിച്ചു,
എന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു 100 മില്യൺ 1000 കോടി 200 കോടി കിട്ടുന്നതാണോ ഒരു ലോജിക്കലി നമുക്കത് ഇതൊക്കെയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഗ്ലാമറസിൻ്റെ ഒരു സംഭവം വരുന്നത്. അതായത് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ഹോക്കി കളിക്കുന്നുണ്ട്. ഈ കുറച്ച് ഹിന്ദിക്കാരും പിന്നെ ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരല്ലാതെ ആരെങ്കിലും ഇത് കാണുമോ? ഇല്ല. കാരണം എന്താ? അതിൽ ആ ഒരു ഗ്ലാമറസ് ഒരു ഫാക്ടറില്ല. ആ മീഡിയാസ് അതിനെക്കുറിച്ച് എഴുതില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസ് അസോസിയേഷൻസ് ഇല്ല. നീയാണ് എൻ്റെ ആളാണ് അടിപൊളി, നിൻ്റെ ആളാണ് അടിപൊളി, അങ്ങനെ ഒരു അടി കൂടാനുള്ളൊരു വ്യൂവർഷിപ്പ് അതിനില്ല. വ്യൂവർഷിപ്പ് എങ്ങനെയാണ് കൂടുക? ഗ്ലാമറസ് കൂടാം. അതായത് ഒരു പ്ലെയറിനെ ഒരു 100 മില്യൺ ഇതിന് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോൾ അയാളുടെ മേലൊരു മീഡിയ അറ്റൻഷൻ കിട്ടും. അതാണ് ഈ ഗ്ലാമറസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെ ഈ ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമൊന്നുമല്ല. ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരിനെ ഇത് ഒരുമിച്ച് ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല, നല്ല പണിയുണ്ട്. ആ പണി ഈസി ആക്കുന്നത് ദ എമൗണ്ട് ഓഫ് മണി ഇൻവോൾവ്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലാമറസ് ഫാക്ടർ ഉണ്ടല്ലോ, അതാണ്. ഗ്ലാമറസ് ഇല്ലെങ്കിൽ ആൾക്കാരുടെ ആ ഒരു ഇൻട്രസ്റ്റ് ലൂസാവും. അതായത് ഇതെന്ത് കളി ഇതുപോ. ഇപ്പം ISL ഒരു അവസ്ഥ കണ്ടില്ലല്ലോ. ISL അടുത്ത കൊല്ലം ഉണ്ടാവുമോ എന്ന് അറിയില്ല. കാരണം എന്താ? വ്യൂവർഷിപ്പും ഇല്ല, ഒരു ഗ്ലാമറസ് ഫാക്ടർ ഇല്ല അവിടെ. നിങ്ങൾ അടുത്ത കൊല്ലം വലിയൊരു രണ്ട് പ്ലെയർ വരട്ടെ, കളി മാറും. ആ ഗ്ലാമറസ് ഫാക്ടർ അവിടെ മടങ്ങി വരും. ആ ഒരു ഗ്ലാമറസ് ഫാക്ടർ നിലനിർത്തണം, എന്നാലേ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എപ്പോഴും ഈ ഒരു മസാല കലർന്നിട്ടുള്ള ന്യൂസുകളില്ലേ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി ഇൻവോൾവ്ഡായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവിഹിതം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ടോപ്പിക് ഉണ്ടോ, അതിൻ്റെ വ്യൂവർഷിപ്പും സാധാരണ ഒരു ന്യൂസിൻ്റെ വ്യൂവർഷിപ്പും വ്യത്യാസം നോക്കിക്കോ. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. കുറച്ചൊരു എന്തെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്ഡായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇങ്ങനെ ഒരു കേസിൽ കുടുങ്ങി, അപ്പോൾ അയാൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് അത് ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് ഈ മീഡിയക്കാരുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഹെഡ്ലൈനായിട്ട് വരുന്നത്, ചുമ്മാ ഒന്നുമല്ല. നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തു, അതിലേറ്റവും കളർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ ആൾക്കാർ ന്യൂസ് പേപ്പർ വായിക്കില്ല, ഞാൻ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഒരുമാതിരി ചത്ത പോലത്തെ ഉണ്ടാവും പേപ്പർ. സ്പോർട്സ് പേജ് മാത്രം നല്ല കിഡിലനായിട്ടുണ്ടാവും. അതുപോലെ ഈ സിനിമൻ്റെ പരസ്യം മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു സംഭവം മനസ്സിലാവുന്നുണ്ടോ? സ്പോർട്സ് പേജ് എപ്പോഴും കിഡിലനായിരിക്കും, നല്ല ഭംഗിയായിട്ട് വലിയ ആൾക്കാരുടെ ഫോട്ടോ. ചിലപ്പോൾ കളറായിരിക്കില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും എല്ലാ പേജും. ഈ സ്പോർട്സ് പേജ് മാത്രം കളറിലുണ്ടാവും. പിന്നെ പരസ്യമായിരിക്കും കളറിലുണ്ടാവും. പിന്നെ അതന്നെ ഈ സിനിമേൻ്റെ പരസ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല കളറിൽ അടിപൊളി ഐ ക്യാച്ചി ആയിട്ടുണ്ടാവും. നമ്മളെ ഈ ആവശ്യമുള്ള ന്യൂസുകളെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ ഒരാവശ്യമില്ലാത്ത ന്യൂസുകളില്ലേ, ആക്ച്വലി ഇപ്പം നിങ്ങളൊരു ഭയങ്കര ട്രൂ സ്പോർട്സ് ഫാനാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരാളുടെ ഭയങ്കര ആളാണെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങളുടെ ആൾ ഭയങ്കര ആളാണ്, ഞങ്ങളുടെ ആൾ ഇത്ര ഗോളടിച്ച്, ഞങ്ങളുടെ ആൾ ഇത്ര റണ്ണെടുത്തിട്ടുണ്ട്, അവൻ്റെ ഈ ഇൻസ്വിങ് കണ്ടോ ഔട്ട് സ്വിങ് കണ്ടോ, അതൊക്കെ ഓക്കെ, അതൊക്കെ ഒരാൾക്കാരുടെ സ്കില്ല്, അതവിടെ നിൽക്കട്ടെ. ശരിക്കും നടക്കേണ്ട അല്ലെങ്കിൽ ശരിക്കും നടന്നിട്ടുള്ള മെയിൻ കാര്യങ്ങളെല്ലാം ഉള്ളിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ റോം എടുത്തു, പിന്നെ നേരെ നമ്മൾ വന്നത് മീഡിയ ന്യൂസ് പേപ്പറാണ്. പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ കാലമൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പം ഒരുപാട് OTTയും റിയാലിറ്റി ഷോ ഈസ് എ മോസ്റ്റ് ഫക്ഡ് അപ്പ് തിങ്. പല നാട്ടിലും പല അമേരിക്കൻ ഐഡൽ അങ്ങനെ ഉണ്ട്, അവിടെ കുറേ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബിഗ് ബോസ് ഉണ്ട്. ബിഗ് ബോസ് വരുന്ന ആ 3 മാസം
നിങ്ങളൊന്ന് എവിടെ നോക്കിക്കോ, യൂട്യൂബ് നോക്കിക്കോ, ഇൻസ്റ്റഗ്രാം നോക്കിക്കോ, അവിടെ നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, എവിടെ നോക്കിയാലും ഈ ഒരു പണ്ടാരത്തിൻ്റെ ന്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൗ ഈസ് ദിസ് എ ന്യൂസ്? അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ റേറ്റിംഗ് കൂട്ടാൻ അവർ തന്നെ ഉണ്ടാക്കുന്ന, അവർ തന്നെ തീരുമാനിച്ചുണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾ, അത് ഭയങ്കര എന്തോ ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എങ്ങനെ കാണിക്കും. അത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതൊന്നും കാണരുത്, അതൊക്കെ തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. അതല്ല ഇവിടെ നമ്മുടെ ടോപ്പിക്കേ അതല്ല. ബിഗ് ബോസ് ഉള്ള ഒരു 3 മാസം എന്ത് ഭൂകമ്പം വന്നാലും എന്ത് ബോംബിട്ടാലും നെവർ മൈൻഡ്. ആ ഒരു മേജർ ഓഡിയൻസ് ഉണ്ടല്ലോ, ഇതൊന്നും അവർക്ക് അറിയേ വേണ്ട. അവർക്ക് അടുത്ത ദിവസം എന്ത് സംഭവിച്ചു, ഇവൻ അവളിനെ ചീത്ത പറഞ്ഞോ, ഇവൻ അവളുമായിട്ട് ലവ് ആയോ, റിലേഷൻഷിപ്പിലായോ, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഓക്കെ, ഇതുപോലെ ഇഷ്ടംപോലെ ഇത് നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ. പുറമേ ഉണ്ട് ലവ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഇഷ്ടംപോലെ വേറെ ഇഷ്ടംപോലെ റിയാലിറ്റി ഷോസ് ഉണ്ട്. ആ റിയാലിറ്റി ഷോസ് എല്ലാം നമ്മൾ ഹുക്ക് ചെയ്യണം. വി ആർ ഹുക്ഡ്. ഓക്കെ, കോമൺ ഓഡിയൻസ്. നിങ്ങളിപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളെ അല്ലെങ്കിൽ നിങ്ങളിത് നെവർ മൈൻഡ്. പക്ഷേ ഒരു ലോഡ് ആൾക്കാരിനെ ഈ ഒരു റിയാലിറ്റി ഷോ ആ ഒരു 3 മാസത്തേക്ക് ഹുക്ക് ചെയ്ത് വെക്കും. അവർക്ക് വേറെ എന്ത് ഭൂകമ്പം ലോകം അവസാനിച്ചാലും കുഴപ്പമില്ല, അവർക്ക് ഇത് നാളെ അതിൽ എന്താണ് നടക്കുന്നത് അറിയണോ? അതേപോലെ തന്നെ ഈ സ്പോർട്സിൻ്റെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് എന്താ ഇതിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് സംഭവം നടക്കുന്നത്, ഒരു ഫാൻഡം. ഫുട്ബോളിൻ്റെ ആൾക്കാർ വരികയാണ്, അവർക്ക് ആഘോഷമാണ് ആ ഒരു മാസം, ആ ഒരു 1.5 മാസം. പിന്നെ അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല. നാളെ ഇത് കളി, നാളെ ആരാ കളിക്കുന്നത്, അയാൾക്ക് പനി വന്നോ, അയാൾ സ്റ്റാമിന ഉണ്ടോ, അയാൾ മാറോ, അയാളുടെ ഇന്നലെ ഒരു വീഡിയോയിൽ അയാൾ ദേഷ്യപ്പെട്ടത് കണ്ടു, അപ്പോൾ അത് ഫീൽഡിൽ അയാളെ ബാധിക്കുമോ, ഇതൊക്കെ തന്നെ. അതായത് ഒരു കളി ഒരു 45 മിനിറ്റ് കണ്ടു, ഓഫാക്കി പിന്നെ അതിനെക്കുറിച്ച് ഷട്ട് ഡൗൺ ചെയ്യല്ലോ, പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം, പിന്നെ എതിർ ടീം വരും, അപ്പോൾ അവനെ പറഞ്ഞ് തോൽപ്പിക്കണം, അങ്ങനെ ഇത് കണ്ടിന്യൂ ആവുകയാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ വീഡിയോ കുറേ കാണണം, അതിൻ്റെ അനാലിസിസ് കാണണം, ഇവൻ എങ്ങനെ ഇത് ഗോൾ അടിച്ചു എന്ന് കാണണം, ഇതെല്ലാം നമുക്ക് കാണണം. പിടിയിട്ടുണ്ടോ? ഇതേപോലെ തന്നെയാണ് IPL കാര്യം. IPL നടക്കുമ്പോൾ എന്താ, ആ ഒരു 2 മാസം സമ്മർ വെക്കേഷൻ വേറെ ഒന്നും ആലോചിക്കണ്ട, ഇതന്നെ IPL വർത്തമാനം. IPL ലേലം തൊട്ട് തുടങ്ങും, ആരിനെ മേടിക്കുന്നു തൊട്ട് തുടങ്ങും. നമുക്കിതൊക്കെ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം നമ്മളൊക്കെ ഓൾറെഡി ഹുക്ഡ് ആയിപ്പോയി. ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഓരോരോ എക്സാമ്പിൾസ് ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ. ഇതൊന്നും മോശം, IPL കണ്ട മോശം, ഒരിക്കലും അങ്ങനെയല്ല. ഇങ്ങനെയാണ് ഇവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റോമൻസ് കഴിഞ്ഞു, ഇപ്പം ന്യൂസ് പേപ്പർ കഴിഞ്ഞു, ഇപ്പോൾ റിയാലിറ്റി ഷോ കഴിഞ്ഞു. ഇനി നമ്മുടെ OTT പ്ലാറ്റ്ഫോംസ്, നമ്മുടെ പുതിയ സംഭവമാണ്. OTT പ്ലാറ്റ്ഫോംസ്, നെറ്റ്ഫ്ലിക്സൊക്കെ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അൽഗോരിതം നമ്മൾ എത്ര മിനിറ്റ് എന്ത് കാണുന്നു, നിങ്ങളൊരു രാത്രി ഒരു 10 to 12 മണി വരെ നിങ്ങൾ ഈ ഒരു ഷോ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കേരളത്തിൽ ഇത്ര പേര് ഇത്ര നേരം ഈ ഷോ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവർക്ക് ഈ ഒരു ടോപ്പിക്ക്, ആ ഒരു കുറച്ച് എന്തെങ്കിലും ഒരു ഭാഗമായിരിക്കും, ആ ഒരു ലവിൻ്റെ ആ ഒരു സംഭവം എടുത്തിട്ട് നമുക്കൊരു ഷോ തന്നെ, പുതിയൊരു സിനിമ എടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവരുടെ അൽഗോരിതം ചിന്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് ഈ കുറേ ഫോർമുല മൂവീസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഈ മൂവീസ് വരുന്നില്ല. അതായത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് പോലെ ഉണ്ടാവും അത് കാണാൻ. ഒരു സോളും ഇല്ല, ഒരു കോപ്പും ഇല്ല. ഇത് വെറുതെ നമുക്ക് കുറേ വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കാണുന്ന പോലത്തെ പ്രോജക്ട്സൊക്കെയാണ് ഇപ്പോൾ OTTയിൽ വരുന്നത്. അതെല്ലാം ഇങ്ങനെ അവർ ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ട് അവർ അനാലിസിസ് ചെയ്തിട്ട്, ഇത്ര ആൾക്കാർക്ക്, ഇത്ര ഇന്ന ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ്, നമുക്ക് ആ ഒരു മാത്രം സംഭവം എടുത്തിട്ട് നമുക്കൊരു സിനിമ എടുക്കാം, ഒരു വലിയൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് കാണാനുണ്ട്. ചില സംഭവങ്ങൾ, ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ, ഇതെന്താ ഇങ്ങിയിരിക്കുന്നത് നമുക്ക് തോന്നും. അത് ഇതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇത് വന്നു, അൽഗോരിതം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മറ്റേ ഷോർട്സ് വന്നു, ടിക്ടോക്ക് വന്നു. അതായത് എന്താണോ പണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷനില്ല. പണ്ട് അവിടെ ഒരു സിനിമ, നമ്മുടെ അടുത്തൊരു സിനിമ തിയേറ്ററിലൊരു സിനിമ ഉണ്ടാവും, അത് നിങ്ങൾ വേണമെങ്കിൽ പോയി കാണാം.
ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പോപ്പുലേഷൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, പണ്ടത്തെ പോപ്പുലേഷൻ അല്ല ഇപ്പോഴത്തെ പോപ്പുലേഷൻ, എണ്ണം കൂടി. അപ്പോൾ പുതിയ 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 ടെക്നിക്ക് ഇറക്കിയില്ലെങ്കിൽ ഈ ആൾക്കാരിനൊന്നും ഹുക്ക് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ആൾക്കാരുടെ എന്ത് ചെയ്യണം, അറ്റൻഷൻ സ്പാൻ എല്ലാം കുറയ്ക്കണം. എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ടോ ഇനിയും ഈ പോപ്പുലേഷൻ കൂടുന്തോറും ഇവരിനൊന്നും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, പുതിയ പുതിയ മീൻസ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ദേ വിൽ ബി അൺകൺട്രോളബിൾ. അത് ഈ സിസ്റ്റത്തിനെ ബാധിക്കും. ഈ സിസ്റ്റത്തിനെ തകർക്കാൻ ആ ആൾക്കാർ, ഈ പുതിയ പോപ്പുലേഷന് പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, ഓരോ ആൾക്കാർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മീൻസ് കൊടുക്കണം. പണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, നമുക്കത് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, കാരണം അത്ര പോപ്പുലേഷനേ ഉള്ളൂ അന്ന്. പക്ഷെ ഇന്ന് അതല്ല സംഭവം. ഇന്ന് എല്ലാവരിനെയും നമുക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും എല്ലാവരും കൂടി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായി. പണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം മാറ്റാൻ അപ്പുറത്ത് ഒരു 100 കിലോമീറ്റർ ഇരിക്കണമെന്ന് അറിയ പോലും ഇല്ല. ഇപ്പം അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാനുള്ള പല മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, കുറേ പേർക്ക് ഒരേ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒത്തുകൂടാൻ പാടില്ല. ഇവരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനെ അത് തകർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ പുതിയ ആദ്യം മൊബൈലിൽ ജസ്റ്റ് പാട്ട് കേൾക്കുക, വീഡിയോ കാണാമായിരുന്നു. പിന്നീട് ലോങ് ഫോം വീഡിയോസ് വന്നു. അതും പേഴ്സണലൈസ്ഡ് തന്നെയായിരുന്നു. നമുക്കിഷ്ടമുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് കാണിച്ചു പോലും തരുള്ളൂ. നമുക്കിഷ്ടമല്ലാത്തൊരു വീഡിയോ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സിനും നമുക്കൊന്നും അറിയില്ല. ഈ ചില ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ന്യൂസൊക്കെ വരുമ്പോൾ ആരുടെ ഇവന്ന് ചോദിക്കില്ല. കാരണം എന്താണ്, നമ്മുടെ അൽഗോരിതത്തിൽ അവൻ പെട്ടിട്ടില്ല. അത് വേറെ, അവനെ നമുക്ക് അറിയ പോലും ഇല്ല. നമുക്ക് എന്താണ് ഇഷ്ടം എന്ന് ഇവർക്ക് അറിയുക. ഇവരതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറയ്ക്കുക. ആദ്യം 10-15 മിനിറ്റ് വീഡിയോസ് ആയിരുന്നു, പിന്നെ അത് മെല്ലെ 1 മിനിറ്റായി, 30 സെക്കൻഡായി, 15 സെക്കൻഡായി. അങ്ങനെ കുറച്ച് അറ്റൻഷൻ സ്പാന് നമ്മുടെ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹൂ ഈസ് ബെനിഫിറ്റിംഗ് ഇഫ് ഒരു പുതിയൊരു ജനറേഷന് അറ്റൻഷൻ സ്പാൻ ഇല്ല എന്ന് വിചാരിച്ചോ? ഇപ്പം നമുക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല എന്ന് വിചാരിച്ചോ? ആരാണ് അതൊന്ന് ബെനിഫിറ്റ് ചെയ്യുന്നത്? നമ്മൾ ന്യൂസ് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കറിയാം. ഇന്നൊരു ന്യൂസായിരിക്കും, ഭയങ്കര സെൻസേഷൻ ന്യൂസ്, ഹെഡ്ലൈൻ, ഓ ഇതാ അവൻ ഇവനെ കൊന്നു, ഇവനെ കൊല്ലാൻ പോകുന്നു, എല്ലാം നടന്നു, നാളെ ആകുമ്പോഴേക്കും വേറെ ന്യൂസായി. അപ്പം അവനെ കൊന്നോന്നേ അവർക്ക് പിന്നെ അത് ചിന്തിക്കേ വേണ്ട, അത് പോയി. നാളെ വേറെ ന്യൂസായി, അവിഹിതം പിടിച്ചു, അവിഹിതത്തിൻ്റെ പിന്നാലെ പോകുന്നു, എന്നിട്ട് വണ്ടി എടുത്തതിൻ്റെ പിന്നാലെ പോവുക, അത് വേറെ ന്യൂസായി. 2 ദിവസം അത് ഓടും, അവിഹിതമാണല്ലോ, അത് കുറച്ച് ദിവസം ഓടും. അവിഹിതം കഴിഞ്ഞു, പിന്നെ അടുത്ത ആരെങ്കിലും കൈക്കൂലി മേടിക്കുക, അതിൻ്റെ ന്യൂസ്. പിന്നെ അപ്പോൾ ഇലക്ഷനായി, പിന്നെ ഇലക്ഷൻ ആർക്ക് വോട്ട് ചെയ്യും, ഇയാൾക്ക് അവർക്ക് വോട്ട് ചെയ്യും, അവർക്ക് വോട്ട് ചെയ്യും, അത് വേറെ ന്യൂസ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഒരുത്തനെ കൊന്ന ന്യൂസില്ലേ, അത് നമുക്ക് ഇനി വേണ്ട. നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറഞ്ഞു വരുന്നത് കൊണ്ട് ആൾക്കാർക്ക് എന്ത് തോന്നിയവാസവും വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരവസ്ഥയിലെത്തി. ഈ ആൾക്കാരെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ സിസ്റ്റത്തിനാണ് പറയുന്നത്, ഒരാളല്ല, ഒരു ഹോൾ സിസ്റ്റം. ഇവർക്കിപ്പോൾ ഒരു വലിയൊരു എപ്സ്റ്റീൻ ലിസ്റ്റ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നതുകൊണ്ട് നമുക്കത് ഓർമ്മയുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ മറന്നു. ഡിഡിയുടെ കേസ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഓർമ്മയുണ്ടാവും. ഇനി കുറച്ച് കാലം കഴിഞ്ഞ് ഇയാൾ 2 പാട്ടൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഡിഡി കുഴപ്പമില്ല, അപ്പോൾ പാട്ടൊക്കെ നൈസാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് മറന്നു. നമ്മൾ അറ്റൻഷൻ സ്പാൻ നമ്മൾ സിസ്റ്റമാറ്റിക്കലി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? നമ്മളെ കൊണ്ട് ഈ നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് മൈ പോയിൻറ്റ്. നമ്മൾ ഈസിലി ഓരോ കാര്യങ്ങളും മറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എളുപ്പമല്ലേ, ഇവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ. ഇവർക്ക് ആരും വേണമെങ്കിൽ കൊല്ലുക, എവിടെ വേണമെങ്കിൽ ബോംബിടുക, ഒരു കൂട്ടം ആൾക്കാരനെ ഒറ്റയടിക്ക് കൊല്ലുക, ഒരാളെയും ചോദിക്കാനും പറയാനില്ല.
എത്ര വേണമെങ്കിൽ യുദ്ധം നടത്താം, എത്ര ബോംബ് വേണമെങ്കിൽ ഇടാം, കുട്ടികളെ കൊല്ലാം യുദ്ധത്തിൻ്റെ പേരിൽ. ആരും ചോദിക്കാനില്ല. കാരണം നമുക്കതൊരു ന്യൂസ്, ആ ഒരു ന്യൂസ് കഴിഞ്ഞു. അപ്പോഴേക്കും അടുത്തത് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു, നമ്മൾ അതിലേക്ക് പോയി. പിന്നെ അതവിടെ നടക്കുന്നുണ്ട്, അതവിടെ നടക്കട്ടെ, ഇപ്പോൾ എന്ത് ചെയ്യുക, കഴിഞ്ഞു. ആ ഒരു സംഭവം കഴിഞ്ഞു, അറ്റൻഷൻ സ്പാൻ കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മളവർ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ന്യൂസ് എത്തി, അൽഗോരിതം എത്തി, ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് എഐൻ്റെ എന്തെങ്കിലും സാധനമായിരിക്കും. അതേപോലെ ചീപ്പ് ഡോപ്പമീൻ ആണല്ലോ. ഈ ഡോപ്പമീൻ ഹിറ്റ്സ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു ഡോപ്പമീൻ ഹിറ്റ് കിട്ടുക ആണ്ടിലോ അമാവാസ്യയിലോ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണ്ട് ഇപ്പോൾ എന്താണ്, ഒരു ഷോ ഉണ്ടാ, എന്തെങ്കിലും ഉണ്ടാ, ടി വിയേ ഇല്ല. അപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി വന്നു, അല്ലെങ്കിൽ ഒരു സിനിമ വന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ഇഷ്ടമുള്ള സിനിമ നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലുള്ള സാധനം വരെ കാണാം. ആ ഒരു ഡോപ്പമീൻ്റെ ലെവല് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സിനിമേനൊക്കെ കട്ട് ചെയ്ത് ഓരോ മിനിറ്റ് ആക്കിയിട്ട് വരെയുണ്ട്, റീൽസ് ആക്കിയിട്ട്. ഒരു 2 മണിക്കൂർ സിനിമനെ ഓരോ മിനിറ്റാക്കി കട്ട് ചെയ്തിട്ട് വരെ നമുക്ക് ഇങ്ങനെ സിനിമ കാണാം. പുതിയ കാലത്ത് പുതിയ പരിഷ്കാരങ്ങൾ. എന്തിനാണ് അത് ചെയ്യുന്നത്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറച്ചിട്ട് ഇവർക്ക് എന്താണ് നേട്ടം, അത്ര ചിന്തിച്ചാൽ മതി. ഇതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഹൂ ഈസ് ബെനിഫിറ്റിംഗ്? തിങ്ക് ദാറ്റ്. അതേപോലെ ദ പോൺ ഇൻഡസ്ട്രി. ഈ പോൺ ഇൻഡസ്ട്രി, ഇപ്പോഴത്തെ ഈ ഓൺലി ഫാൻസ് സംഭവം, പണ്ട് മാഗസീനായിരുന്നു, ഈ പ്ലേ ബോയ് മാഗസീൻ, നമ്മുടെ അവിടെ ഈ മുത്തുച്ചിപ്പി എന്നൊക്കെ പറഞ്ഞ പോലെ. അത് മെല്ലെ ഇവോൾവായി, വീഡിയോസായി. ആരും അറിയാതെ എടുക്കുന്ന വീഡിയോസായിരുന്നു പലതും, ഇവർ തന്നെ എടുക്കുന്ന. പിന്നെ അത് അഭിനയിക്കാൻ തുടങ്ങിയ ആൾക്കാർ പോൺ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ അത് അവസാനം ഓൺലി ഫാൻസ്. അതായത് ഈ പോണിൽ അഭിനയിച്ചത് നമുക്ക് കണ്ടാൽ മാത്രം പോരാ, അവർ നേരിട്ട് അറിയണം, അവർ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ അറിയണം. ആ ഒരു ലെവലിൽ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. അറിയാലോ, ഈ ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യണത്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണത് തന്നെ ഈ പോണ് നോക്കാനാണ്. ഇതിനേക്കാളും വലിയൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും? എനിക്ക് തോന്നില്ല വേറെ ഉണ്ടെന്ന്. ഇവിടെ സിനിമ ഇറക്കിയാലും സീരീസ് ഇറക്കിയാലും പോണിൻ്റെ അത്ര ഒരു ഇൻഫ്ലുവൻസ് മനുഷ്യന്മാരിൽ വേറെ ഒന്നിനും ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് എവിടെ നിന്ന് വന്നു എന്ന് ആലോചിക്കും. അവർ മാഗസിൻ തുടങ്ങി, പിന്നെ അത് വീഡിയോ ആയി, വീഡിയോ അഭിനയിക്കാൻ തുടങ്ങി, അതൊരു സിനിമയാക്കി ഇറക്കാൻ തുടങ്ങി. അതും പോരാ, ഇനിയിപ്പോൾ ഇവരിനെയൊക്കെ നേരിട്ട് അറിയണം, ഇവർക്ക് നേരിട്ട് പൈസ കൊടുത്തിട്ട് അവരുടെ കോണ്ടൻറ്റ് നമുക്ക് മേടിക്കണം. ആ ഒരു ലെവൽ വരെ എത്തി. അത് ചുമ്മാ എത്തിയെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? മോർ പീപ്പിൾ ആർ ഡിസ്ട്രാക്റ്റഡ്, ഇറ്റ്സ് ഈസി ടു കൺട്രോൾ. അതായത് നമ്മൾ എത്രത്തോളം ഡിസ്ട്രാക്റ്റഡ് ആണോ, നമ്മൾ അത്രത്തോളം നമ്മൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. നമ്മളെ ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. അതുപോലെ നിങ്ങൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, എന്തെങ്കിലും ഒരു വലിയൊരു സംഭവം ബാക്കിൽ നടക്കുമ്പോഴായിരിക്കും ഫ്രണ്ടിൽ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടക്കുക. അതായത് പുറകിൽ ഒരു സംഭവം നടക്കുന്നുണ്ടാവും. നമുക്കത് ഇത് തിരഞ്ഞു പോയി കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ എല്ലാം അറിയാം. ഞാൻ പറഞ്ഞത് മെജോറിറ്റി പീപ്പിളുടെ കാര്യമാണ്. അവർക്കത് അറിയ പോലും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട് ഇതിന്, ഇഷ്ടം പോലെ. ഒരു മേജർ സംഭവം, ഒരു ഡീല്, അല്ലെങ്കിൽ നമുക്കൊക്കെ പണി കിട്ടുന്ന ഒരു ഡീല് ബാക്കിൽ അവർ സൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഫ്രണ്ടിൽ നമുക്കൊരു സാധനം ഇട്ട് തരും. ഇപ്പം എന്തെങ്കിലും ഒരു റിലീജിയസ് കലാപം, അല്ലെങ്കിൽ റിലീജിയസ് റൈറ്റ്സ്, ആൾക്കാർ മതത്തിൻ്റെ പേരിൽ തമ്മിൽ ചാവുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകും. എൻ്റെ മതവും നല്ലത്, നിൻ്റെ മതവും നല്ലത് പറഞ്ഞിട്ട് അടിച്ച് പിരിഞ്ഞ് അവർ അതിൻ്റെ പിന്നാലെ പോകും. ശരിക്കും എന്താണ് വേണ്ടത് അത് അവർ ബാക്കിൽ ഈസി ആയിട്ട് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞതോടെ ഇതും സ്റ്റോപ്പാകും, സ്വിച്ച് ഇട്ട പോലെ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇത് ഒരുപാട് ഈ റൈറ്റ്സും പ്രശ്നങ്ങളും ഒരുപാട് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല, അതിനും അവർക്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ ഡീല് കഴിഞ്ഞതും അതിനവർ സ്റ്റോപ്പും ചെയ്യും. അപ്പോഴേക്കും നമ്മുടെ അറ്റൻഷൻ സ്പാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രശ്നം വേണം. അപ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ ഇത് എല്ലാവരും മറന്നു. ഇതെന്ത് നടന്നാലും നമുക്കത് വിഷയമല്ല. നിങ്ങൾ എന്തോ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോയി. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം.
ഫൈസറിൻ്റെ വാക്സിൻ്റെ ട്രയൽ ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. ആ ട്രയൽ ഡാറ്റ വന്ന സമയത്താണ്, കറക്റ്റ് ആ സമയത്താണ് വിൽ സ്മിത്ത് ഓസ്കാറിൽ വന്ന് സ്ലാപ്പ് ചെയ്തില്ലേ. വിൽ സ്മിത്ത് ഒരു ആക്ടർ, അയാളിനെ എന്തോ പറഞ്ഞു, അയാൾക്ക് എന്തോ ഭ്രാന്ത്, അയാൾ ഭാര്യയായിട്ട് എന്തോ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ അയാളുടെ ഭാര്യനോടെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഓസ്കാറിൻ്റെ വേദിയിൽ കയറിയെന്ന് അടിച്ചു. ഇത്രയല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലേ. അതിനെ ഇനി ഇന്നതാ മീഡിയക്കാർ പറയാമെന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്ത് നടന്നു, ഫൈസറിൻ്റെ ഡാറ്റ വന്നു. ഒരാൾക്കും ഡാറ്റയും വേണ്ട, ഇതൊക്കെ നമ്മൾ വാക്സിനൊക്കെ കുത്തിവെച്ചത് എന്ത് വാക്സിനാണ്, അതൊന്നും ആർക്കും വേണ്ട, ആ വഴിക്ക് അങ്ങോട്ട് പോയി. 9/11 ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. അമേരിക്കയിലെ 9/11 കഴിഞ്ഞപ്പോൾ ദ പാട്രിയോട്ട് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പാട്രിയോട്ട് ആക്ടിന് എന്താ ബേസിക്കലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സർവെയിലൻസ് ആണ്. ഒരു വാറൻറ്റും നിങ്ങളൊന്നും അറിയാതെ തന്നെ നിങ്ങളുടെ എല്ലാ ഇമെയിൽസും നിങ്ങളുടെ എല്ലാ മെസ്സേജസും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ആരെ വിളിക്കണു എല്ലാം സ്പൈ ചെയ്യാൻ ഗവൺമെൻറ്റിന് പറ്റും. ഈ ആക്ട് കറക്റ്റ് സമയത്ത് അവരത് പാസ്സാക്കി. ഇത് വേറെ ഏത് സമയമാണെങ്കിലും ഇത് പാസ്സാക്കാൻ പറ്റില്ല. 9/11 സമയത്ത് അവർ ആ നൈസ് മൂവായിരുന്നു, അതവർ പാസ്സാക്കി. കാരണം എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും ഗവൺമെൻറ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, നിങ്ങൾ ആരെയും കൊല്ലൂ, തീവ്രവാദികളൊക്കെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ എടുത്തോ, ഞങ്ങളുടെ ഫ്രീഡം എടുത്തോ, ഞങ്ങളുടെ എന്ത് സാധനങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് ദ പാട്രിയോട്ട് ആക്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആ ടൈമിംഗ് ആണ് നമുക്ക് നോക്കേണ്ടത്. COVID-19 വന്നു. COVID-19 ആദ്യം പറഞ്ഞു വവ്വാലിൽ നിന്ന് വന്നു. ചൈനയിൽ ഏതോ ഒരാൾ വവ്വാൽ കഴിച്ചപ്പോൾ വന്നു. അവസാനം ഇപ്പോൾ ഇവർ തന്നെ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇവരുടെ ഒരു ഫെസിലിറ്റി ഉണ്ട്, വൈറോളജി ഫെസിലിറ്റി ഉണ്ട് വുഹാനിൽ, അവിടെ നിന്നാണ് വന്നതെന്ന് പറയും. അപ്പോൾ ആദ്യം ഈ ന്യൂസ് വന്നതൊക്കെ എത്ര ബില്യണേഴ്സാണ് അവരുടെ പൈസ ഡബിൾ ചെയ്തത് COVID-19 വന്നപ്പോൾ. ഡാറ്റ നിങ്ങളൊന്ന് എടുത്ത് നോക്കാവുന്നതാണ്. എത്ര സ്മോൾ ബിസിനസ് കൊളാപ്സായി. ഓരോ സ്മോൾ ബിസിനസ്സും കൊളാപ്സ് ആവുന്നത് ആർക്കാണ് ബെനിഫിറ്റ്? അൾട്ടിമേറ്റ്ലി ബില്യണേഴ്സിന് തന്നെ അല്ലേ. ഈ കഴിഞ്ഞ ഖത്തറിൻ്റെ വേൾഡ് കപ്പ് നടന്നല്ലോ. ഈ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഒരു ഡാറ്റ ഉണ്ടായിരുന്നു. അതൊന്നും അന്ന് ആർക്കും വേണ്ട, ഡാറ്റ ഒന്നും ഇപ്പോഴും ആർക്കും വേണ്ട. ഇവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഈ സ്റ്റേഡിയംസൊക്കെ ബിൽഡ് ചെയ്തത്. ആ സ്റ്റേഡിയംസൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ എത്ര മൈഗ്രൻ്റ് വർക്കേഴ്സ് അതിൽ മരിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കണക്കെടുത്ത് നോക്കൂ. പാവങ്ങൾ മരിച്ച് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. എത്ര വർക്കേഴ്സാണ് മരിച്ചു നോക്കൂ. അതെന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ മരിക്കുന്നത്? ഒരു സേഫ്റ്റി പ്രോട്ടോക്കോൾ ഒന്നും പാലിക്കാത്തത് കൊണ്ടല്ല, കാരണം അത്രയും ഫാസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ലേ. എത്ര പേര് ഇതിനെതിരെ അല്ലെങ്കിൽ ഇത് വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു. മെസ്സി വേൾഡ് കപ്പ് അടിക്കുന്നത് കാണോ, ആൾക്കാർ ഇവിടെ മരിക്കുന്നത് കാണോ? സുശാന്ത് സിംഗിൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് നടക്കുന്ന 2021 ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്താണ് സുശാന്ത് സിംഗ് ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യാ കേസാണ്. അതിനെ ഈ നാഷണൽ മീഡിയ എല്ലാവരും കൂടി ചേർന്നിട്ട് ഡ്രഗ് കേസാക്കി മാറ്റി. റിയ ചക്രവർത്തി, ഇവരുടെ എക്സ് ഗേൾ ഫ്രണ്ട് ഡ്രഗ്സ് കൊടുത്തു, അവരുടെ ചാറ്റിൽ എന്തോ ഒരു ഡ്രഗ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീനെ ഇനി ഇന്നതാ പറയാമെന്നില്ല. ഇവരാണ് ഡ്രഗ്സ് കച്ചവടം, ഇവർ സുശാന്തിന് ഡ്രഗ്സ് കൊടുത്ത് തള്ളിയിട്ടാണെന്ന് വരെ പറഞ്ഞു വരുത്തി. എന്നിട്ട് അവസാനം CBI കേസ് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഡ്രഗ്സും ഇല്ല, ഒരു കോപ്പും ഇല്ല, വെറുതെ വെക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടു. അപ്പോൾ അത്രയും കാലം നമ്മളെ ഈ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ന്യൂസുകളൊക്കെ ഉണ്ടാക്കിയത്. കാരണം ബോളിവുഡുകാർ ഡ്രഗ് കേസ് അവിടെ കിടക്കുന്നത്, ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് അവിടെ കിടക്കുന്നത്. എല്ലാവർക്കും ഏതാ വേണ്ടത്? ഡ്രഗ് കേസ്. ഇവരൊക്കെ ഡ്രഗ്സ് ചെയ്യോ, ഇവരൊക്കെ എന്ത് ഡ്രഗ്സാണ് ചെയ്യുക, ഏതൊക്കെ സെലിബ്രിറ്റീസാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ്, ഫാർമേഴ്സ് എന്തോ വന്നിരിക്കുന്നുണ്ട്, എന്തോ പ്രൊട്ടസ്റ്റ്. ആർക്കൊക്കെ അറിയാം എക്സാക്ട്ലി എന്ത് കാരണം കൊണ്ടാണ് ഈ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് നടന്നു എന്ന് അറിയുന്ന. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഹോൾ പിക്ചർ. അറിയുന്നവരും ഉണ്ടാവും, ഇതൊക്കെ ഫോളോ ചെയ്യുന്നവരും ഉണ്ടാവും, ഇതൊക്കെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും.
അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മാസ് കൺട്രോളുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ 2008 എക്കണോമി ഇടിഞ്ഞില്ല അമേരിക്കയുടെ, ലീമാൻ ബ്രദേഴ്സൊക്കെ പൂട്ടിപ്പോയില്ലേ. ആ സമയത്ത് അമേരിക്കൻ മീഡിയ മുഴുവൻ ബ്രിട്നി സ്പിയേഴ്സിൻ്റെ പിന്നാലെയായിരുന്നു. ബ്രിട്നി സ്പിയേഴ്സിന് എന്തോ കുഴപ്പം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെയായിരുന്നു അമേരിക്കൻ മീഡിയ. എന്തുകൊണ്ട് ബാങ്ക് ഇത്ര വലിയ ലീമാൻ ബ്രദേഴ്സ് ഇടിഞ്ഞു, അവർ പൊളിഞ്ഞു എന്ന് ആർക്കും അറിയണ്ട. ആരാണ് അതിൻ്റെ ശരിക്കുള്ള കാരണക്കാർ? ആരുടെയെങ്കിലും ഇവർ ജയിലിലിടുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത്ര പേരുടെ ജോലി പോയും ഇത്ര പേർക്കും പൈസ നഷ്ടപ്പെട്ട സംഭവം ആർക്കും വേണ്ട. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കയിൽ നടക്കുന്ന LA റൈറ്റ്സ് നടന്നു. അവിടുത്തെ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൈഗ്രൻസ് ആയിട്ടുള്ള വർക്കേഴ്സിനെയൊക്കെ പുറത്താക്കുന്ന ടീംസും അവിടുത്തെ മെക്സിക്കോ എല്ലാ ആൾക്കാരും കൂടെ ലോസ് ആഞ്ചലസിൽ വെച്ചിട്ട് വലിയ റൈറ്റ്സും അതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേ സമയത്താണ് പാലന്റിയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് അമേരിക്കക്കാർ ഒരു വലിയൊരു ഡാറ്റ ഡീല് സൈൻ ചെയ്യുന്നത്. ആ ഡാറ്റ ഡീല് സൈൻ ചെയ്തതോടെ അമേരിക്കക്കാരുടെ പ്രൈവസി ഈസ് ഗോൺ. പ്രൈവസി ഇല്ല. എല്ലാ ഡാറ്റയും പാലന്റിയറുകാർ ഏറ്റു. ഞാൻ അതിൻ്റെ ഒരു ഫുൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് പോഡ്കാസ്റ്റ് അതായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നുണ്ട്. ആ ഒരു സംഭവം ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഡിമോണിറ്റൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവിടെയും നടക്കുന്നുണ്ട്. ഈ ഡിസ്ട്രാക്ഷൻ എല്ലാവിടെയും നടക്കുന്നുണ്ട്. ഈ അമേരിക്കയിലൊക്കെ നടക്കുമ്പോൾ അതിനെ എതിർത്ത് പറയാൻ കുറേ ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പോഴാണല്ലോ നമുക്ക് ഈ രണ്ട് വശവും അറിയുക. ബാക്കിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ എതിർത്തെന്തെങ്കിലും പറയാൻ പോയി അപ്പം മണ്ടയ്ക്ക് ഒരു അടി കിട്ടും. അപ്പോൾ പിന്നെ ആരും അത് ഒരുപാട് പറയാൻ പോകാറില്ല. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അറിയ പോലും ഇല്ല. നമ്മൾ ഇതൊക്കെ ഡിസ്ട്രാക്ഷൻ ആയിരുന്നോ എന്ന് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുക. മനസ്സിലായില്ലേ? ഡിമോണിറ്റൈസേഷൻ സമയത്ത് എന്തൊക്കെ പറഞ്ഞാണ് ബ്ലാക്ക് മണിയൊക്കെ പോയി, ഇനി ബ്ലാക്ക് മണി ഇല്ല. അതിനാണല്ലോ ഇത് ഡിമോണിറ്റൈസേഷൻ ചെയ്തത്. കുറച്ചൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ടാവും, പക്ഷേ ബ്ലാക്ക് മണി മൊത്തം പോയോ എന്നിട്ട് ഇല്ല. പക്ഷേ ആ സമയത്ത് നമ്മളെ കൊണ്ട് എന്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മളൊക്കെ ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ഈ കള്ളപ്പണക്കാർ എന്നെ പിടിച്ചോട്ടെ, അതിപ്പോൾ അവർ ചെയ്യണതല്ലേ. ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ATMന് മുന്നിൽ നിർത്തിച്ച് എത്ര ബുദ്ധിമുട്ടിച്ച്. നമ്മൾ എന്തിനാണ് അത്രയും കഷ്ടപ്പെട്ടത് ചെയ്തത്? നാട് നന്നാവട്ടെ, കള്ളപ്പണമൊക്കെ പിടിക്കട്ടെ, ബ്ലാക്ക് മണി പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതാണ് എക്സാമ്പിൾസ് ഓഫ് കുറച്ച് എക്സാമ്പിൾ. ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. ഇത് പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തപ്പിക്കൊടിച്ച് എല്ലാവർക്കും അറിയുന്ന ഇത് പലതും നമുക്ക് പരിചയമില്ലാത്ത കുറേ കാര്യങ്ങളാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് പരിചയമുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾക്ക് ഇനിയും എടുക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം എങ്ങനെ ഇവർ ഇത് കൺട്രോൾ ചെയ്യുന്നു, വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് ഈ ശരിക്കുള്ള പ്രശ്നത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ വഴിതിരിച്ചു വിടുക. കാരണം നമുക്ക് ജോലി ഭാരമുണ്ട്, ജോലി പ്രഷറുണ്ട്, കുറേ ജോലി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുക. 9 to 5 ഇതിനാണോ മനുഷ്യന്മാരൊക്കെ ജനിച്ചിരിക്കുന്നത്? ഈ ഒരു ഓഫീസിലിരുന്ന് ഇങ്ങനെ ജോലി ചെയ്യാൻ? ആരോട് പറയാതൊക്കെ. ഡിവൈഡ് ഉണ്ടാക്കണം, അതാണ് ഇനി അടുത്ത പോയിൻ്റ്. അതായത് ഒരു മെസ്സി ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു റൊണാൾഡോ വേണം, ഇപ്പുറത്തൊരു മോഹൻലാൽ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മമ്മൂട്ടി വേണം. എപ്പോഴും ഇങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. എല്ലാവരും ഒരാളിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. എപ്പോഴും ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡിവൈഡ് ഉണ്ടാക്കണം. അതിപ്പം മതത്തിൻ്റെ പേരിലായാലും, റൈറ്റ് ലെഫ്റ്റ് ഐഡിയോളജീൻ്റെ പേരിലായാലും, പാർട്ടിയുടെ പേരിലായാലും, വെജ് നോൺ വെജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലായാലും, വോക്ക്. ഇപ്പോൾ പുതിയൊരു സാധനം ഉണ്ടല്ലോ വോക്ക്, അവൻ വോക്കാണ്, ഞാനൊക്കെ ആൻറ്റി വോക്കാണ്, സിഗ്മയാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വേറൊരു ടീംസ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഫാൻ ഫൈറ്റ് തന്നെ ബേസിക്കലി. അത് ഫാൻ ഫൈറ്റ് ഇപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പേരിൽ ഫാൻ ഫൈറ്റ് ഉണ്ടായാലും, സിനിമാ നടൻ്റെ പേരിൽ ഫാൻ ഫൈറ്റ് ഉണ്ടായാലും, എന്തുണ്ടായാലും എപ്പോഴും ഇങ്ങനെ ഡിവൈഡ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഇതിൽ ഓൾറെഡി ഒരു പതിഞ്ഞൊരു സംഭവം. അത് അവർ അന്ന് റോമിൽ ഉണ്ടാക്കിയ സാധനം, അതിൻ്റെ ബാക്കിയാണ്
നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇത് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം, അപ്പോഴാണ് ഇത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്, അവരെന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി. അവരെന്താണോ അന്ന് എന്തുദ്ദേശിച്ചിട്ടാണോ അവർ ഉണ്ടാക്കിയത്, ദ സെയിം തിങ് വി ആർ ഫോളോയിങ് റൈറ്റ് നൗ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അവർ നമുക്ക് നമ്മുടെ മേലെ വയ്ക്കുന്ന സെൻസർഷിപ്പ്, സർവൈലൻസ്, വെൽത്ത് ഇൻഇക്വാലിറ്റി. പൈസ ഉള്ളവൻ പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു, പാവപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒരു എന്താ പറയുക, ഒരു 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 സ്ഥലം മേടിച്ച് ഒരു വീട് വെക്കണമെങ്കിൽ ഒരു 9 to 5 ജോബുള്ള ഒരാളെ കൊണ്ട് ഇപ്പം പറ്റില്ല. നാട്ടിൽ ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് കൊണ്ട് വീട് വയ്ക്കാൻ പറ്റും, കുന്നിൻ്റെ മേലെയോ അല്ലെങ്കിൽ വല്ല വെള്ളപ്പൊക്കം വരുന്ന സ്ഥലത്തൊക്കെ പോയി വീട് വയ്ക്കാം. ഒരു പ്രൈം ലൊക്കേഷനിൽ നിങ്ങളൊരു സാധാരണ ഒരു 50,000 രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ സ്ഥലം മേടിച്ച് ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നിങ്ങൾക്ക് വെക്കാൻ ഇപ്പം പറ്റില്ല. നിങ്ങൾ എത്ര സേവ് ചെയ്താലും പറ്റില്ല. നിങ്ങളിങ്ങനെ ചേസ് ചെയ്യിപ്പിക്കണം, പൈസൻ്റെ പിന്നാലെയും ജോലിയുടെ പിന്നാലെയും നമുക്കിങ്ങനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം. പൈസ കഴിഞ്ഞു, പൈസ വന്നു, അടുത്ത മാസം പൈസ വന്നു, പൈസ കഴിഞ്ഞു, പൈസ വന്നു. ഇതന്നെ ഒരു സർക്കിൾ. ഇല്ലെങ്കിൽ നമുക്ക് പല ചിന്തകൾ വരും. ഇതെന്താ ഇവിടെ ഇങ്ങനെ, ഇതെന്താ റോഡുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതെന്താ ഒരു മര്യാദയ്ക്ക് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ഹൈവേ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്, ഇങ്ങനെ പല ചിന്തകൾ നമുക്ക് വരും. അത് വരാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതേപോലെ തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ കാര്യം. ഒരു യുദ്ധം നടന്നു, ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ആരാ? അവിടുത്തെ പട്ടാളക്കാർ, യുദ്ധഭൂമിയിലുള്ള ആൾക്കാർ. പൊളിറ്റീഷ്യന്മാർ AC-ലിരുന്ന് അവർക്ക് ഓരോ പോളിസി ഉണ്ടാക്കി, ഓരോ ദിവസം ഓരോ പോളിസി, ഒരു ദിവസം ഒരു പോളിസി, അടുത്ത ദിവസം വേറെ പോളിസി, അതുണ്ടാക്കി വിട്ടാൽ മതി. അവിടെ കിടന്ന് മരിക്കുന്നതും ഈ ചേറിലും ഈ വെടിയുണ്ടൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ ആരാ? പാവങ്ങളും പട്ടാളക്കാരും. ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ആരാ യുദ്ധത്തിൽ നിന്ന്? ബോംബുകളും മിസൈലുകളും തോക്കുകളും ഉണ്ടാക്കുന്ന കമ്പനിക്കാർ. അവർക്ക് ഉണ്ടാക്കാൻ ആ ഒരു മിലിറ്ററി ബഡ്ജറ്റ് വേണം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി യുദ്ധങ്ങളെ ഉണ്ടാകുന്നത്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ട്. അവർക്ക് ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, ഇത് യുദ്ധം നടക്കണ്ടേ, എന്നാലും ഇത് വിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധങ്ങളെ നടക്കുന്നത്. അപ്പോൾ ഇതൊന്നും എങ്ങനെ രക്ഷപ്പെടാം? ഇതൊന്നും രക്ഷപ്പെടലില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് രക്ഷപ്പെടലുണ്ട്, പക്ഷെ നമുക്ക് മുഴുവനായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? അവെയർനെസ്, ഒറ്റ വാക്കോ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നെക്സ്റ്റ്. ചിന്തിക്കുക, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഈസി ആയിട്ട് സംഭവിക്കുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഈ ന്യൂസിലും മീഡിയയിലും പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? ന്യൂസും മീഡിയ എന്നൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർ നടത്തുന്ന സംഭവം തന്നെയല്ലേ. അവർക്കൊക്കെ ഓരോ അജണ്ട എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അജണ്ട വെച്ചിട്ടല്ലേ അവർ ഈ ന്യൂസുകളും കാര്യങ്ങളൊക്കെ പറയുക. അല്ലാണ്ട് നമ്മളെ നന്നാക്കണം എന്നുകൊണ്ട് ഒരാളും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതെല്ലാം ഒരു ഡിസ്ട്രാക്ഷനാണ് എന്ന് നമ്മളൊന്ന് അവെയർ ആവുക. അതാണ് നമ്മൾ ആക്ച്വലി ആവേണ്ടത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ്. ആ സത്യാവസ്ഥ ഇത്രയും ഞാൻ പറഞ്ഞതാണ് ആ ഒരു സത്യാവസ്ഥ. നമ്മൾ സിറ്റിസൺസ് ആണോ അതോ സ്പെക്ടേറ്റേഴ്സ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കാൻ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും വയ്ക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ ലോകത്ത് എന്ത് നടന്നാലും ഇത് എന്തുകൊണ്ടായിരിക്കും, ഹൂ ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ്? ഇങ്ങനെ ഒരു കാര്യം നടന്നു, ആർക്കാണ് ഇതുകൊണ്ട് ലാഭം, ഇതുകൊണ്ട് നേട്ടം ആർക്കാണ് എന്ന് മാത്രം നോക്കുക. അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത്ര പറയാനുള്ളൂ. ഇതൊരു
ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ ഇതൊരു വലിയൊരു പോഡ്കാസ്റ്റായിട്ട് കൂട്ടണ്ട. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അപ്പോൾ അതിന്ന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഈ റോമൻ സർക്കസിനെ കുറിച്ച് ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞിട്ട്. കാരണം ഇതില്ലെങ്കിൽ നമ്മളല്ലാതെ ആവും. എല്ലാ ജനങ്ങളും ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സിസ്റ്റമേ ഇല്ല. ആ അനാർക്കി ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ റോമൻ സർക്കസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. എന്നാൽ കുറച്ച് പേര് അങ്ങനെ കാണും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യും, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ.